നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തുന്ന ജില്ലകളിലൊന്നാണ് കോട്ടയം. ഉയർന്ന സാക്ഷരതയും ശക്തമായ സാമൂഹിക രാഷ്ട്രീയ ബോധവുമുള്ള വോട്ടർമാരുള്ള കോട്ടയം ജില്ലയിൽ ഓരോ തെരഞ്ഞെടുപ്പും പുതിയ രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകുന്നതാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ, റബ്ബർ മേഖലയിലെ പ്രതിസന്ധി, വികസന പദ്ധതികൾ, കുടിയേറ്റ സമൂഹത്തിൻ്റെ സ്വാധീനം, മതസാമൂഹിക സംഘടനകളുടെ നിലപാടുകൾ ഇതെല്ലാം കൂടി കോട്ടയത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ വ്യത്യസ്തമാക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു സമഗ്ര രാഷ്ട്രീയ യാത്ര ബിയോണ്ട് ദ ബാലറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ മാറ്റങ്ങൾക്ക് വഴികാട്ടിയായ ജില്ലകളിലൊന്നാണ് കോട്ടയം. ജില്ലയിൽ ആകെ 9 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഓരോ മണ്ഡലത്തിനും അതിൻ്റേതായ രാഷ്ട്രീയ സ്വഭാവവും ചരിത്രവുമുണ്ട്. കോട്ടയത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചൂടും രാഷ്ട്രീയ സ്വഭാവവും വിശദമായി പരിശോധിക്കാൻ എനിക്കൊപ്പം ഐശ്വര്യ അനിൽ, വിഷ്ണു കരുണാകരൻ എന്നിവരും വിശകലനങ്ങളുമായി ഡോക്ടർ പി അനിൽകുമാറും ചേരുകയാണ്. ആദ്യം ഐശ്വര്യ അനിലിലേക്കാണ്. ഐശ്വര്യ, നമുക്ക് സമീപകാല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചുകൊണ്ട് ആരംഭിക്കാമെന്ന് തോന്നുന്നു. 2021 ഒരു ഇടതു തരംഗം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 9 മണ്ഡലങ്ങളുള്ള കോട്ടയം ജില്ലയിൽ 5ഇടത്ത് LDFും 4ഇടത്ത് UDFുമായിരുന്നു. അതിനുശേഷം വന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ആ സ്ഥിതിയെല്ലാം മാറി മറിയുകയും ചെയ്തു. എങ്ങനെയാണ് നമുക്ക് ഈ പശ്ചാത്തലത്തിൽ ഇതൊന്ന് വിലയിരുത്താൻ കഴിയുക? റിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സമുദായത്തിനും നായർ സമുദായത്തിനുമൊക്കെ ഒരുപോലെ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. അതിൽ എടുത്തു പറയേണ്ടത് കോൺഗ്രസിന് കൃത്യമായ ബേസ് ഉള്ള ഒരു ജില്ലയാണ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ 2021 നമുക്കറിയാം മുന്നണി മാറ്റം സംഭവിച്ചതാണ്. കേരള കോൺഗ്രസ് എം LDFിലേക്ക്, UDF വിട്ട് LDFിലേക്ക് പോയ സമയമാണ്. അപ്പോൾ പോലും 4 സീറ്റ് നിലനിർത്താൻ UDFിനായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അന്ന് അത് നിലനിർത്തിയ സീറ്റുകൾ പാല, അത് മാണി സി കാപ്പനായിരുന്നു. 15,378 എന്നുള്ള ഭൂരിപക്ഷത്തിലാണ് അന്ന് മാണി സി കാപ്പൻ ജയിച്ചത്. നമുക്കറിയാവുന്ന പോലെ തന്നെ അരനൂറ്റാണ്ട് കാലത്തോളം KM മാണി സാറിൻ്റെ കയ്യിൽ വളരെ സുരക്ഷിതമായിരുന്ന ഒരു മണ്ഡലമാണ് പാല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. 18,743 എന്നുള്ളതാണ് അന്ന് അദ്ദേഹം നേടിയ ഭൂരിപക്ഷം. മറ്റൊന്ന് പുതുപ്പള്ളിയാണ്, അത് ഉമ്മൻചാണ്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 9,044 എന്നുള്ളതായിരുന്നു. അവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് ഒരു പക്ഷേ കാര്യമായ അല്ലെങ്കിൽ തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാൾ, കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാൾ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അവിടെ 9,000-ൽ, അതായത് 10,000-ന് താഴേക്ക് ആ ഭൂരിപക്ഷം പോയി എന്നുള്ളതാണ്. ആ സമയത്ത് കോൺഗ്രസ്സുകാരെ മൊത്തത്തിൽ ഞെട്ടിച്ചൊരു അനുഭവം തന്നെയായിരുന്നു. പലപ്പോഴും ആ ലീഡ് വളരെ നേരിയ രീതിയിലേക്ക് താഴുകയും ചെയ്തിരുന്നു, ഉമ്മൻചാണ്ടിയുടെ ലീഡ്. ഈ 2 മണ്ഡലവും പാലായും അതുപോലെ തന്നെ പുതുപ്പള്ളിയും 50 വർഷക്കാലം ഒരേ ആളുകൾ തന്നെ കൈവശം വെച്ച് പോകുന്ന മണ്ഡലവുമാണ്. തീർച്ചയായും പുതുപ്പള്ളിയിലെ വോട്ടെണ്ണുന്ന സമയത്ത് UDF ക്യാമ്പും ഉമ്മൻചാണ്ടിയും ഒരുപക്ഷെ ഒരുപോലെ വിറച്ചുപോയൊരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. 2021 സാഹചര്യമായിരുന്നു അത്. പക്ഷേ അത് പിന്നീട് തിരുത്തി എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയണം. കാരണം പിന്നീട് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം ചാണ്ടിയുമ്മനാണ് അവിടെ ബൈ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായത്. അവിടെ 37,719 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് ചാണ്ടിയുമ്മൻ നിയമസഭയിലേക്ക് എത്തിയത് എന്നുകൂടി പറഞ്ഞു വെക്കണം. മറ്റൊരു സീറ്റ്, അതായത് UDF നിലനിർത്തിയ മറ്റൊരു സീറ്റ് എന്ന് പറയുന്ന കടുത്തുരുത്തിയാണ്. മോൻസ് ജോസഫ് 4,256. അങ്ങനെയാണ് UDFിൻ്റെ കണക്കുകൾ വരുന്നത്. എന്തായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുള്ള, വലിയ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ബേസിനപ്പുറത്തേക്ക് ഇത്തവണ ഈ അന്ന് 2021 ഒരുപക്ഷെ നമുക്കറിയാവുന്ന പോലെ തന്നെ LDFിൻ്റെ ഒരു തരംഗം തന്നെ ഉണ്ടായാണ് സംസ്ഥാനത്ത് അവർ 2ാമത് ഭരണം നേടിയത്. ആ സമയത്തും കോട്ടയത്ത് കൃത്യമായൊരു മേൽക്കൈ നേടാൻ അല്ലെങ്കിൽ കൃത്യമായൊരു ബേസുമായി മുന്നോട്ട് പോകാൻ UDFിനായി എന്നുള്ളതാണ്. മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയമുണ്ടായി എന്നുള്ളത് എടുത്തു പറയണം. ഫ്രാൻസിസ് ജോർജാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി അന്ന് അവിടെ ജയിച്ചു കയറിയത്, MP ആയത്. 87,266 എന്നുള്ള ഭൂരിപക്ഷത്തിലാണത്. അന്ന് എതിർ സ്ഥാനാർത്ഥികളായത് തോമസ് ചാഴിക്കാടനും തുഷാർ വെള്ളാപ്പള്ളിയുമാണ്. അങ്ങനെ വളരെ കൃത്യമായ ഒരു ബേസ് ഉള്ള ഒരു സ്ഥലമാണ് UDFിനും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം കോട്ടയം. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ അതേ ഒരു ബേസ് നിലനിർത്തി വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ലയിലുള്ളത്.
തീർച്ചയായും 4-ൽ നിന്ന് അത് എത്രത്തോളം ഉയരുമെന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷ UDF വെച്ച് പുലർത്തുന്ന ജില്ലകളിലൊന്നാണ് കോട്ടയം ജില്ല. കാരണം കോട്ടയം പല കാലങ്ങളിലും UDFൻ്റെ കോട്ട തന്നെയായിരുന്നു. ഇതേക്കുറിച്ച് കോട്ടയത്തിൻ്റെ UDFൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ P. അനിൽകുമാർ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് കേൾക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ അത് UDFന് അനുകൂലമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കോട്ടയം മണ്ഡലത്തെ പൊതുവേ വിലയിരുത്തുമ്പോൾ ആൻറ്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു. മുന്നണി രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് അത് എത്രത്തോളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ സ്വാധീനം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ ശക്തമായ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് അവിടെ കിട്ടിയത്. ആ സ്വാധീനം, അതുപോലെ തന്നെ ജോസ് കെ മാണിക്ക് തൻ്റെ സീറ്റ് എത്രത്തോളം ഭംഗിയായിട്ട് ഉറപ്പിച്ച് നിർത്താൻ കഴിയുമെന്നുള്ളത്, നേരത്തെ നേടിയ 5 തീർച്ചയായും LDFന് നിലനിർത്താൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ കോട്ടയം മണ്ഡലം ഇത്തവണ UDFന് മേധാവിത്വം നൽകും എന്ന് തന്നെയാണ് നിലവിലുള്ള ഒരു വിശകലനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വീണ്ടും പറയുന്നു, ഇത് സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഒരുപക്ഷെ ഇതൊക്കെ മാറിമറിഞ്ഞേക്കാം. ഒരുപക്ഷെ ശബരിമല വിഷയം നമ്മൾ കാണാതെ തരത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഒരു ജില്ല കൂടിയാണ് കോട്ടയം എന്ന് ഞാൻ പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും അത് പ്രചരണം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, വളരെ ചില മണ്ഡലങ്ങളിലെങ്കിലും അത് ശക്തമായൊരു പ്രചരണ വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറുപ്പക്കാർ, മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ചെറുപ്പക്കാർ വീട് വിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്ന ജില്ലകളിൽ പ്രധാനപ്പെട്ട ജില്ല കൂടിയാണ് ഈ ജില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊക്കെ എത്രത്തോളം വോട്ടായി മാറ്റാൻ LDFന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഈ മണ്ഡലം ഇത്തവണ UDFന് ഈ ജില്ല പൊതുവെ UDFന് അനുകൂലമാകാനുള്ള ഒരു സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 സീറ്റുകൾക്കപ്പുറം അവിടെ LDFന് നില മെച്ചപ്പെടുത്താനാകുമോ എന്നുള്ള കാര്യത്തിലാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും UDFൻ്റെ മേൽക്കൈ തന്നെയാണ് ഡോക്ടർ P. അനിൽകുമാറും വിലയിരുത്തുന്നത്. എന്തായാലും കാർഷിക മലയോര മണ്ഡലങ്ങൾ ചേർന്ന ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. ഇവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തുന്നതിനായി ഞങ്ങളുടെ റിപ്പോർട്ടർ വിഷ്ണു കരുണാകരൻ ചേരുകയാണ്. വിഷ്ണു, റബ്ബറിൻ്റെ വില തകർച്ചയടക്കം തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. ഇവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രാദേശികമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പല ഘടകങ്ങൾ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കോട്ടയം ജില്ലയിൽ പ്രധാനമായും മലയോര മേഖല കർഷകരുടെ ഒരു ആവശ്യങ്ങൾ ഉയർന്നു വരും. അതിന് പിന്തുണ നൽകുന്ന ഒരു നേതാവിനെ തന്നെയാണ് കോട്ടയത്തെ വിവിധ മണ്ഡലങ്ങളിലും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDFന് മേൽക്കൈ ഉണ്ടായിരുന്ന മേഖലകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ ഘടകങ്ങളുണ്ട്. പക്ഷെ അവിടെയും പ്രാദേശികമായുള്ള ആളുകളുടെ ആവശ്യം പരിഗണിക്കുന്ന ഒരു നേതാവിനെ തന്നെയായിരിക്കും താല്പര്യപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതലും അവർ പരിഗണിക്കുക റബ്ബറിന്റെ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പിന്തുണയ്ക്കുന്ന ഒരു സംഘത്തെ തന്നെയായിരിക്കും അവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ കർഷകർക്ക് പുറമെ തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളുടെ ആവശ്യം, അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ. കോട്ടയം ജില്ലയിൽ വിദേശത്തേക്ക് പോകുന്ന ചെറുപ്പക്കാർ വളരെ കൂടുതലാണ്. അവരുടെ വീടുകളിലുള്ള വയോജനങ്ങൾക്കായുള്ള സംരക്ഷണം ഒരുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ തന്നെ ഈ മലയോര കർഷകർക്കുള്ള ഒരു പിന്തുണ, അതോടൊപ്പം കുടിയേറ്റക്കാരായി എത്തുന്ന പല വിഭാഗത്തിലെ ആളുകൾ, ഇവരെല്ലാവരും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു നേതാവിനെ തന്നെയാണ് നോക്കുന്നത്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഒരു വ്യക്തമായി ആളുകൾ സൂക്ഷിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും, അതായത് വോട്ട് നൽകും. അതിനെ തുടർന്ന് നോക്കുമ്പോൾ തന്നെ ഇപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളായാലും പൊതുവെ ഉള്ള ഒരു നിലവിലെ സാഹചര്യം കൂടി കണക്കിലെടുത്ത് UDFന് ഒരു മുൻതൂക്കം കാണാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. തീർച്ചയായും കോട്ടയം ജില്ലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് എന്തൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും, വോട്ടിനെ സ്വാധീനിക്കും എന്നതാണ് വിഷ്ണു കരുണാകരൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഐശ്വര്യയിലേക്കാണ്. ഐശ്വര്യ, നമുക്കിനി LDFൻ്റെ സാധ്യതകൾ കോട്ടയം ജില്ലയിൽ എത്രത്തോളമാണ് എന്ന് പരിശോധിക്കാം. 2016 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 3 സീറ്റുകൾ അവിടെ പിടിച്ചെടുക്കുകയുണ്ടായി LDF. പക്ഷേ അത് ആ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന ഒരു ഇടത് തരംഗം, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം LDFനോടൊപ്പം ചേർന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നേട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് 3 സീറ്റ് അധികം കിട്ടിയത്. പക്ഷേ നേരത്തെ ഐശ്വര്യ തന്നെ വിലയിരുത്തിയ പ്രകാരം അതിനുശേഷം വന്ന
പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഈ അടുത്ത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ ഒന്നും തന്നെ ആ ഒരു മേൽക്കൈ LDF നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും LDFൻ്റെ അവസ്ഥ? ഏതൊക്കെ ഘടകങ്ങൾ അവർക്ക് അനുകൂലമാകും, ഏതൊക്കെ ഘടകങ്ങൾ പ്രതികൂലമാകും? റിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് ഏറ്റുമാനൂരും വൈക്കവും മാത്രമാണ് LDFനൊപ്പം ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഇടത് തരംഗം ആഞ്ഞടിക്കുന്നു. സംസ്ഥാനത്താകെ വലിയ നേട്ടം LDFനുണ്ടാകുന്ന ഒരു സമയത്താണ് ആകെ 9 മണ്ഡലങ്ങൾ ഉള്ളതിൽ 5 എണ്ണം LDFനൊപ്പം നിന്ന്. എടുത്തു പറയണം, 9 എണ്ണത്തിൽ 5 എണ്ണം, അപ്പോഴും 4 എണ്ണം UDFനൊപ്പം നിന്നു എന്നുള്ളതാണ്. 5 എണ്ണം, അതിൽ ഏറ്റുമാനൂരും വൈക്കത്തിനും പുറമെ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ സീറ്റുകളാണ് LDF പിടിച്ചെടുത്തത്. ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സീറ്റുകൾ നിലനിർത്തുക, ഈ പറഞ്ഞ 3 സീറ്റുകൾ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ഈ സീറ്റുകൾ നിലനിർത്തുക എന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന, ഒരുപക്ഷെ അവർക്ക് തന്നെ ഒരു സംശയമുണ്ടോ ഈ സീറ്റുകൾ തങ്ങൾക്ക് നിലനിർത്താനാകുമോ എന്നുള്ളതിൽ ഒരു സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ LDFന് വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഇടമായി ഇവിടെ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല LDFന് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് റിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിച്ച് പോകണം. കാരണം ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ UDFന് കൃത്യമായ മേൽക്കൈ ഉണ്ടായിരുന്നു. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു. ആ കണക്കുകൾ കൂടി പരിശോധിക്കണം. കൃത്യമായി UDFന് വലിയ ഒരു തിരിച്ചുവരവ് നടത്താൻ കോട്ടയത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തൂത്തുവാരി പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ കോട്ടയം ജില്ലയിൽ UDF അതിൻ്റെ മേൽക്കൈ കാണിച്ചു. UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും എല്ലാം UDF തൂത്തുവാരിയ ഒരു റിസൾട്ട് തന്നെയല്ലേ ഉണ്ടായിരുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കൃത്യമായി അവർക്ക് നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ബേസ് അതുണ്ടായിരുന്നു. അത് തിരിച്ചു പിടിക്കുന്ന, അല്ലെങ്കിൽ UDFന്റെ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവാണ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കൃത്യമായ കണക്കുകൾ കൂടി നോക്കിപ്പോവാം. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ UDFന് 6, LDFന് 0, BJPക്ക് 0. അതായത് ഒരു ക്ലീൻ സ്വീപ്പ് മുനിസിപ്പാലിറ്റികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിൽ UDF 16, LDF 7, BJP 0 എന്നുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ UDF 9, LDF 2, BJP 0. ഗ്രാമപഞ്ചായത്തിൽ UDF 41, LDF 26, BJP 3. ഈ കണക്കുകൾ മാത്രം നോക്കുമ്പോൾ തന്നെ UDFന്റെ ഒരു തിരിച്ചുവരവ് എത്രത്തോളം ഒരു ക്ലീൻ സ്വീപ്പ് ആയിരുന്നു എന്നുള്ളത് കണക്കുകൾ മാത്രം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഒരിടത്ത് മാത്രമാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി LDF മാറിയത്. പാലാ മുനിസിപ്പാലിറ്റി ആയിരുന്നു. അവിടെ പുളിക്കക്കണ്ടം കുടുംബം UDFനൊപ്പം നിന്നതോടുകൂടി ചിത്രം മാറുകയായിരുന്നു. അവിടെയും UDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ജില്ലാ പഞ്ചായത്തുകളിൽ കുമരകം ഡിവിഷനാണ്. അത് ഇടത് കോട്ട എന്ന് തന്നെ പറയണം. ഒരിക്കൽ പോലും LDF തോറ്റ ചരിത്രമില്ലാത്ത ഒരു ഇടം. അവിടെ ആദ്യമായി UDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ കൃത്യമായി ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ ഒരെണ്ണം മാത്രമാണ് മുൻപ് UDFനൊപ്പം ഉണ്ടായിരുന്നു. അത് 9ആയി ഉയരുന്നു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് UDF തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ കോട്ടയം ജില്ലയിൽ കൃത്യമായ ഒരു ക്ലീൻ സ്വീപ്പ് നടത്തിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുവരവ് UDF നടത്തിയിരിക്കുന്നത്. അതേ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്താണ് കോട്ടയം വോട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ 5 സീറ്റ് LDFന്റെ കയ്യിലുള്ള 5 സീറ്റ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ അഭിമാന പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. നിലവിലെ സാഹചര്യങ്ങൾ, സമവാക്യങ്ങൾ ഒന്നും തന്നെ LDFന് അത്രത്തോളം അനുകൂലമല്ല എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതേക്കുറിച്ച് ഡോക്ടർ P. അനിൽകുമാർ പറയുന്നത് കൂടി കേൾക്കാം. കോട്ടയത്ത് LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. കാരണം അവിടെ ഉണ്ടായിരുന്ന 9 നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചതാണല്ലോ. ആ 9 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ നില അവർക്ക് കഴിഞ്ഞ തവണ ഈ 9 എണ്ണത്തിൽ 5 എണ്ണവും LDFന് പിടിക്കാനായി എന്നുള്ളത് മാണി ഗ്രൂപ്പിൻ്റെ സഹായത്തോടുകൂടി 9 മണ്ഡലങ്ങളും അവർക്കവിടെ പിടിക്കാനായി. 9 എണ്ണത്തിൽ 5 എണ്ണവും അവർക്കവിടെ പിടിക്കാനായി എന്നുള്ളതാണ്. 4 എണ്ണം മാത്രമേ UDFന് കിട്ടിയുള്ളൂ. നേരത്തെ ശക്തമായ UDFന് മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു ജില്ലയായിട്ടാണ് കോട്ടയം അറിയപ്പെടുന്നതെങ്കിൽ അത് വളരെ വലിയൊരു ചലഞ്ചാണ് കഴിഞ്ഞ പ്രാവശ്യം LDF ഉണ്ടാക്കിക്കൊടുത്ത് മേധാവിത്വം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ സ്ഥിതി ഭയങ്കര വിഭിന്നമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 9 മണ്ഡലങ്ങൾ
മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 9 മണ്ഡലങ്ങളുടെയും സ്ഥിതി പൊതുവായി പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് ശക്തമായ ആൻറ്റി ഇൻകംബൻസി വികാരങ്ങളും അതുപോലെ തന്നെ പല മൈനോറിറ്റി വോട്ടുകളും അവിടെ നിന്ന് മാറി LDF നിന്ന് മാറി UDF-നോടൊപ്പം പോകാനുള്ളൊരു സാധ്യതയും കാണുന്നു. കാരണം മാണി ഗ്രൂപ്പിൽ പോലും പടലപ്പിണക്കങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പലതരത്തിലുള്ള ചർച്ചകളിലും ഇതിനോടകം തന്നെ വാർത്തയിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇനി എത്രത്തോളം പ്രതിഫലിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അത് വരുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ കൂടി ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന് ഭരണവിരുദ്ധ വികാരം, മൈനോറിറ്റി വോട്ടുകൾ, പല വിഭാഗങ്ങളുടെയും മൈനോറിറ്റി വോട്ടുകൾ ഒരുപക്ഷെ നഷ്ടപ്പെടാൻ പോകുന്നത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി ഇടതുപക്ഷത്തിന് അവിടെ ഏറ്റത്, നിലനിൽക്കുന്ന രാഷ്ട്രീയ പടലപ്പിണക്കങ്ങൾ, സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്ന പടലപ്പിണക്കങ്ങൾ ഒരുപക്ഷെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലെ ചിത്രമായി മാറാൻ പോവുകയാണ്. അവിടെ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന മേൽക്കോയ്മ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. തീർച്ചയായും ഇനി ജാതിമത സമവാക്യങ്ങളൊക്കെ തന്നെ വളരെ വലിയ സ്വാധീന ശക്തിയായി മാറുന്ന ഒരു മണ്ഡലങ്ങളാണ് കോട്ടയം ജില്ലയിലുള്ളത്. അവിടെ ക്രൈസ്തവ സഭകൾ സ്വീകരിക്കുന്ന നിലപാട്, NSSൻ്റെ നിലപാട്, ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ വിശദമാക്കുന്നത് വിഷ്ണു കരുണാകരനാണ്. വിഷ്ണു, ഇക്കുറി ക്രൈസ്തവ സഭകളുടെ നിലപാട് ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ NSSൻ്റെ നിലപാട് ഏത് രീതിയിലായിരിക്കും? കോട്ടയം ജില്ലയിൽ ഇതൊക്കെ തന്നെ വോട്ടിനെ വളരെയധികം സ്വാധീനിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണ് നിലവിലെ ഒരു അവസ്ഥ? ഇത് ആരെ തുണയ്ക്കും? നിലവിൽ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ UDF-ന് വന്നു തുടങ്ങി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വളരെ പ്രകടമായി കണ്ടതാണ്. ആളുകൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന ഓരോ മണ്ഡലങ്ങളും വ്യക്തമാക്കി കൊടുത്തതാണ്. അപ്പോൾ UDF-ന് ഒരു മുൻതൂക്കമുണ്ട്, ഒരു മേൽക്കൈയുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ LDF നേരിടുന്നുവെന്ന് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ജാതീയമായ വോട്ടുകളുടെ ഒരു കണക്ക് നോക്കുമ്പോൾ അതിൽ ഒരു ജനസംഖ്യാപരമായി ഏകദേശം ഒരു 49% ഹിന്ദുക്കളുള്ള ഒരു മേഖലയാണ്. അതോടൊപ്പം തന്നെ 43% ക്രിസ്ത്യൻ വോട്ടർമാരുള്ള ഒരു മേഖലയാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ ക്രിസ്ത്യൻ വോട്ടർമാർ കാലാകാലങ്ങളായി UDF-ന് ഒരു പിന്തുണ നൽകി വന്നിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണ ലഭിക്കാതെ പോയതിന്റെ പല മേഖലകളിലെയും കാരണം അത് മാണി ഗ്രൂപ്പിന്റെയാണ്. അതായത് കേരള കോൺഗ്രസിന്റെ ഒരു പിന്മാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെയുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് ഒരു പാറ്റേണിലാണ് ഒരു മാറ്റം ഉണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ അട്ടിമറി ഉണ്ടായത്, അങ്ങനെയൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകണമെന്ന് തീർച്ച പറയാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ NSSന്റെ ഒരു വലിയ സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ് കോട്ടയം. അതുകൊണ്ട് NSSന്റെ ഇടപെടലുകൾ കഴിഞ്ഞ ഈ ഇടെയുള്ള കാലത്തൊക്കെയും കണ്ടു മനസ്സിലാക്കി വരുന്നത് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കക്ഷിയിലേക്ക് ഒതുങ്ങിക്കൂടുന്നില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് ഇനി അവിടെ നിർണയിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയും നിലവിലെ സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും NSന്റെ വോട്ട് വിഹിതം ഉണ്ടാകുന്നത്. അത് CPM-ന് വലിയ രീതിയിൽ തിരിച്ചടിയുണ്ട്. അനുനയിപ്പിച്ച് NSനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ പല തവണ നടന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആ തരത്തിലുള്ളൊരു സ്വാധീനം ചെലുത്താനായി സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം കൂടി അപ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും ചർച്ചയാകുന്നുണ്ട്. അതായത് ഹിന്ദു വികാരം ഉണർത്തുന്ന പല സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ ഇനി വോട്ട് പാറ്റേൺ മാറ്റാൻ ശ്രമിച്ചാൽ പോലും UDF-ന് ഒരു മുൻതൂക്കം കോട്ടയം ജില്ലയിലുണ്ട് എന്ന ഈ ഒരു കാര്യത്തിൽ കൂടെ വ്യക്തമാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനം നടത്തുന്ന നേതാക്കളെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് UDF വളരെ ശ്രദ്ധാപൂർവം നേതാക്കളെ അവിടെ ആരാണ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി ഇതിനൊരു വളരെ വലിയ ഒരു ഘടകമായി മാറും എന്നുള്ളത് തീർച്ചയാണ്. തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല വിഷയവും വോട്ടെടുപ്പിനെ സ്വാധീനിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ജില്ലകളിലൊന്നാണ് കോട്ടയം ജില്ല. ഒപ്പം ഈ സാമുദായിക ശക്തികളുടെ സ്വാധീനവും, അവരാരെ പിന്തുണയ്ക്കുന്നു, അവരെന്ത് നിലപാടെടുക്കുന്നു, ഈ സമദൂരം എന്നൊക്കെ പറയുമ്പോൾ അത് ആർക്ക് ശരിദൂരമായി മാറും എന്നതൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. BJP-യും ഈ സാമുദായിക ശക്തികളെ ഒപ്പം നിർത്താനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. ഇനി ഐശ്വര്യ, നമുക്ക് BJP-യുടെ കാര്യം, NDA-യുടെ കാര്യമാണ് കോട്ടയം ജില്ലയിൽ പരിശോധിക്കാനുള്ളത്. നേരത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഓരോരുത്തർക്കും കിട്ടിയ സീറ്റുകളുടെ എണ്ണം ഐശ്വര്യ വായിച്ചപ്പോൾ ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. പലതിലും 0-0 എന്നാണ് BJP-യുടെ കാര്യത്തിൽ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും BJP-ക്ക് മേൽക്കൈ ലഭിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടോ? എന്താണ് BJP-യുടെ ജില്ലയിലെ ഒരവസ്ഥ? റിജീഷ്, പലപ്പോഴും പഴയ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രമൊക്കെ പരിശോധിച്ചാൽ പലയിടങ്ങളിലും നമ്മൾ BJP-യെ പരിഗണിക്കേണ്ട പോലും സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളതാണ്
കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ ഒരു വസ്തുത. കാരണം എല്ലായിടത്തും അവർ കൃത്യമായി ചാർട്ട് ചെയ്ത് തങ്ങളുടെ A ക്ലാസ് മണ്ഡലങ്ങൾ ഏതൊക്കെ അവിടെയാണ് കൃത്യമായി സ്ട്രോങ് ആയുള്ള കാൻഡിഡേറ്റ്സിനെ നൽകി അവിടെ ഒരു കടുത്ത പോരാട്ടം നൽകുക എന്നതിനപ്പുറത്തേക്ക് ഇത്തവണ കഴിഞ്ഞ തവണ വരെ കടുത്ത പോരാട്ടം എന്നതാണെങ്കിൽ ഇത്തവണ സീറ്റ് പിടിച്ച് തങ്ങൾ നിയമസഭയിൽ ഉണ്ടാകുമെന്നുള്ള ഉറച്ച നിലപാടിലാണ് പലപ്പോഴും BJP നേതാക്കൾ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും അവരുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഒരു പക്ഷേ 2016 31,411 വോട്ടുകൾ നേടിയ കാഞ്ഞിരപ്പള്ളി മാത്രമായിരുന്നു BJPയുടെ A ക്ലാസ് മണ്ഡലമായിരുന്നത്. പിന്നീട് ഈ കാഞ്ഞിരപ്പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ K സുരേന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മാത്രം നേടിയത് 36,628 വോട്ടാണ്. അങ്ങനെയാണ് ഇവരുടെ ഒരു A ക്ലാസ് മണ്ഡലമായി കാഞ്ഞിരപ്പള്ളി മാറിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തവണ മത്സരിക്കാനായി BJP കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ BJP ഉദ്ദേശിക്കുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ ജോർജ് കുര്യനെയാണ്. അദ്ദേഹത്തെ എത്തിച്ച് ഒരു സ്ട്രോങ് ആയി ഒരു കൃത്യമായ ഒരു സീറ്റ് പിടിച്ചെടുക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്ക് ഉള്ളത്. മുന്നണിയുടെ ഒരു ബലാബലം വെച്ച് നോക്കുമ്പോൾ, മുന്നണിയുടെ ഒരു കരുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ BDJS അത്യാവശ്യം സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ PC ജോർജിൻ്റെ പാർട്ടിയും BJPയോടൊപ്പം ചേർന്നതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അതിൻ്റെ ഒരു സ്വാധീനമൊക്കെ BJPക്ക് എത്രത്തോളം ഗുണകരമാവുന്നുണ്ട്? സ്വാഭാവികമായും ഇത്തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ A ക്ലാസ് മണ്ഡലം എന്ന് പറയുമ്പോൾ അവർക്ക് കാഞ്ഞിരപ്പള്ളി മാത്രമല്ല, ഇത്തവണ അത് പാലയും പൂഞ്ഞാറും കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പാലയിൽ ഷോൺ ജോർജും പൂഞ്ഞാറിൽ PC ജോർജും മത്സരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ PC ജോർജ് കൂടി NDAയുടെ ഭാഗമായതോടുകൂടി പൂഞ്ഞാറിലും പാലായിലും BJP കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. തങ്ങൾക്ക് അവിടെ ഒരു ഇടം നേടാനാകുമെന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് BJP പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ വൈക്കത്ത് ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാനാകുമെന്നുള്ള പ്രതീക്ഷ BJPക്കുണ്ട്. കാരണം ഈ അടുത്താണ് CPIയിൽ നിന്ന് BJPയിലേക്ക് മുൻ MLA കൂടിയായ K അജിത്ത് എത്തിയത്. അദ്ദേഹം 2006 2011 MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എത്തിച്ചതുകൊണ്ട് കടുത്തൊരു പോരാട്ടം വൈക്കത്ത് കൂടി കാഴ്ചവെക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ്. എങ്കിൽ പോലും A ക്ലാസ് മണ്ഡലമായി അവർ 3 മണ്ഡലങ്ങളാണ് കണക്ക് കൂട്ടുന്നത്. കോട്ടയം ജില്ലയിലും BJPയുടെ പ്രതീക്ഷ ചെറുതല്ല. മറ്റ് ജില്ലകളിൽ ഒരുപക്ഷെ ഈ A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കോട്ടയം ജില്ലയിലും തങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കോട്ടയം ജില്ലയിലും BJP പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. 3 മണ്ഡലങ്ങളാണ് A ക്ലാസ് മണ്ഡലമായി BJP അവിടെ കരുതുന്നത്. ഇനി BJPയുടെ ഒരു സാധ്യത, NDAയുടെ ഒരു സാധ്യത കോട്ടയം ജില്ലയിൽ എത്രയുണ്ട് എന്നത് P അനിൽകുമാർ വിലയിരുത്തും. NDA സംബന്ധിച്ചിടത്തോളം മധ്യകേരളത്തിൽ എപ്പോഴും അവർ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇപ്പം തന്നെ നരേന്ദ്രമോദി അവിടെ വന്ന് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാൻ തുടങ്ങുന്നു, പ്രചരണം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട BJP മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ അവിടെ എത്തി ബിഷപ്പ് ഹൗസുകളൊക്കെ സന്ദർശിക്കുവാൻ അവിടെയുള്ള പ്രധാനപ്പെട്ട നേതൃത്വത്തിനെ, ക്രിസ്ത്യൻ നേതൃത്വത്തിനെ കാണാനുള്ള ശ്രമം നടത്തുന്നു, സമവായ ചർച്ചകൾക്ക് ശ്രമിക്കുന്നു. ഇതൊക്കെ മധ്യകേരളത്തിലെ രാഷ്ട്രീയത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം അവിടെ ലഭിക്കുന്ന, അവിടെ വിജയസാധ്യതയേക്കാൾ അവിടെ ഉണ്ടാക്കുന്ന മാറ്റത്തിൻ്റെ അനുരണനങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി പല മണ്ഡലങ്ങളിലും അത് പ്രകടമാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ പൊതുവെ ദൃശ്യമാകുന്ന ഒരുപക്ഷെ ക്രിസ്ത്യൻ വോട്ടുകൾ അത് എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളത് ഇതര മണ്ഡലങ്ങളിലും ഒരു റിപ്പിൾ ഇഫക്റ്റ്, ഒരു ഫലം ഉണ്ടാക്കും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലങ്ങളിൽ NDAയുടെ നില മെച്ചപ്പെടുത്തുവാൻ BJP കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. NDA അതിൻ്റെ തന്ത്രം മാറ്റിയിട്ടുണ്ട്. കാരണം NDA അവരിപ്പോൾ പരിശ്രമിക്കുന്നത് കേരളത്തിൽ മൊത്തത്തിൽ ഒരേപോലെ സ്വീപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുക, അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി അവർ എത്രത്തോളം അംഗങ്ങളെ നിയമസഭയിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ പരിശ്രമിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. അതവർ ഫലം കണ്ടു. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞത്. BJPക്ക് കോട്ടയം ജില്ലയിൽ സീറ്റുകളൊന്നും ലഭിച്ചില്ലെങ്കിലും BJP അധികമായി പിടിക്കുന്ന വോട്ടുകൾ അത് ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യും എന്നതും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി വീണ്ടും വിഷ്ണു കരുണാകരനിലേക്കാണ്. വിഷ്ണു, നമ്മുടെ ഈ പരിപാടിയുടെ എല്ലാ ഘട്ടത്തിലും ചർച്ച ചെയ്ത ഒരു വിഷയം കേരള കോൺഗ്രസിൻ്റെ സ്വാധീനമാണ്. അവർക്ക് UDF വിട്ടുപോയി LDFിൽ ചേർന്നതും അവരുടെ നിലവിലെ അവസ്ഥയും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് അവർ LDFിൽ ചേക്കേറിയത്. പക്ഷേ അതിനുമാത്രം വലിയ ഒരു നേട്ടമൊന്നും അതിലൂടെ LDFിന് അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഈ കേരള കോൺഗ്രസിൻ്റെ സ്വാധീനം അത് LDFിന് എത്രത്തോളം നേട്ടമാകും? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും അതിന് മുന്നേയുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു ഗുണമായിട്ട് കാണാനും പറ്റുന്നില്ല.
ഏതായാലും UDF-ന് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും നേരിയ തോതിൽ UDF-നെ ബാധിച്ച ഒരു വിഷയം തന്നെയായിരുന്നു കേരള കോൺഗ്രസിന്റെ ഒരു മാറ്റം. ആ ഒരു മാറ്റത്തെ വലിയ രീതിയിൽ അത് LDF ഉപയോഗപ്പെടുത്തി. അതുകൊണ്ടാണ് LDF-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ കൂടുതൽ സീറ്റുകൾ നേടാൻ ഒരു ചെറിയ മാർജിൻ ആണെങ്കിൽ പോലും കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ഒരു സഹായമായി മാറിയത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. അന്ന് ആ ഒരു മാറ്റത്തിനിടയിലുള്ള ഒരു പ്രശ്നങ്ങളും ആളുകളുടെ ചിന്തയുടെ ആശയക്കുഴപ്പങ്ങളും വോട്ടായി മാറിയത് അത് LDF-ന് ഉപകാരമായി പലപ്പോഴും വന്നിരുന്നു. എന്നാലും UDF ആ മണ്ഡലങ്ങളിലെല്ലാം ബലമുറപ്പിച്ച് നിൽക്കാൻ സാധിച്ചിരുന്നു. അതായത് പിന്നിൽ പോയ മണ്ഡലത്തിൽ പോലും അധികം ഒന്നും പിന്നിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. അതായത് UDF-നെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ ഉണ്ട്. UDF-ന് നിരന്തരമായി കിട്ടുന്ന വോട്ടുകൾ അവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വ്യക്തമായതാണ്. പക്ഷേ ഒരു കുറച്ചുകൂടി മുൻതൂക്കം ഉണ്ടാകണമെങ്കിൽ ഇനി UDF-ന് വിജയിച്ച് വരണമെങ്കിൽ ആളുകളുടെ പിന്തുണ തന്നെയാണ് വേണ്ടത്. വോട്ടർമാർ ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് വോട്ടർമാർ ഇനി CPM-ന് ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ട് തന്നെ LDF-ലേക്ക് വോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചിന്തിക്കുന്നുണ്ട്. അതിലൊരു മാറ്റം വരുന്നുണ്ട്. അത് മാത്രമല്ല കഴിഞ്ഞ തവണ ഉണ്ടായ ആശയക്കുഴപ്പങ്ങളും അതിനിടയിലുണ്ടായ പ്രശ്നങ്ങളും ചിന്തകളും എല്ലാം മാറിക്കഴിഞ്ഞു. അതിന്റെ ഒരു ട്രെൻഡ് അകന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിലെ ആ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് LDF-ന് തന്നെയാണ്. ഇനി വൈക്കം മണ്ഡലത്തിൽ മാത്രമാണ് LDF-ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കാണുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ പലയിടത്തും UDF-ന് പൂർണ്ണ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതിനെ ചൊല്ലിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് LDF-ന്റെ ആളുകളെ ഒന്നിച്ചു നിർത്താനുള്ള ശ്രമങ്ങളെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും അത് കാര്യമായി പ്രവർത്തിച്ചു പോകുന്നില്ല. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന് പഴയപടിയുള്ള ഒരു ശക്തി കേന്ദ്രമായി അവിടെ പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം UDF-ന് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനകീയനായ നേതാക്കന്മാരെ കണ്ടെത്തി അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും UDF-ന് വലിയൊരു സാധ്യതയുണ്ട്. അത് തന്നെയാണ് ആളുകളും ഉറ്റുനോക്കുന്നത്. അങ്ങനെയുള്ള നേതാക്കളെ കണ്ടെത്തി അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ ഒരു വിജയം ഉറപ്പാക്കും എന്നുള്ളൊരു കണക്കുകൂട്ടൽ എന്തായാലും ഈ പാർട്ടികൾക്കുണ്ട്. LDF-ഉം അത്തരത്തിൽ കൃത്യമായ നേതാക്കളെ കണ്ടെത്തി അവിടെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ട്. ഏതായാലും നിലവിൽ സാഹചര്യം കണക്കിലെടുത്താൽ ആളുകൾ കൂടുതലും മാറി ചിന്തിക്കുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിക്കുന്നതും LDF-ന് വലിയ തിരിച്ചടി തന്നെയാണ്. തീർച്ചയായും പടലപ്പിണക്കങ്ങളൊക്കെ ഒരുവിധം പറഞ്ഞ് തീർത്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് എത്ര സീറ്റുകൾ ലഭിക്കും, അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി LDF-ന് എത്ര സീറ്റുകൾ ലഭിക്കും എന്നുള്ളതെല്ലാം തന്നെ ആ പാർട്ടിയുടെ പോലും നിലനിൽപ്പിൻ്റെ കാരണം കൂടിയായി മാറിയേക്കാവുന്നതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.